നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 1 ഞായറാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിൻ റോഡുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ സ്മാർട്ട് ക്യാമറകൾ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു. അമിത വേഗത, ഫോൺ ഉപയോഗം, സീറ്റ് ബെൽറ്റ്, സിഗ്നൽ ലംഘനം എന്നിവയ്ക്ക് പുറമെ വിൻഡോ ടിൻറ്റിംഗ്, ഹെവി വാഹനങ്ങളുടെ നിയമലംഘനം തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ ഈ ക്യാമറകൾ കൃത്യമായി കണ്ടെത്തും. നിയമലംഘകർക്ക് 20 ബഹ്റിൻ ദിനാർ മുതൽ 500 ബഹ്റിൻ ദിനാർ വരെ പിഴയും 6 മാസം വരെ തടവും ലഭിക്കാം. കഴിഞ്ഞ മാസങ്ങളിൽ രാജ്യത്തുണ്ടായ വാഹനാപകടങ്ങളുടെയും 6 മരണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഗതാഗത നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചത്. അടിയന്തര ഘട്ടങ്ങളെ നേരിടാനായി ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കുന്ന നാഷണൽ എമർജൻസി അലേർട്ട് സിസ്റ്റത്തിന്റെ രാജ്യവ്യാപകമായ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ഇന്നലെ വൈകിട്ടായിരുന്നു പരീക്ഷണം നടപ്പിലാക്കിയത്. അടിയന്തര അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുന്നതിനായി ഐഫോൺ ഉപയോക്താക്കൾ തങ്ങളുടെ ഫോൺ സോഫ്റ്റ്വെയർ വേർഷൻ 26.2 അപ്ഡേറ്റ് ചെയ്യണമെന്ന് മന്ത്രാലയം അറിയിച്ചു. ആൻഡ്രോയിഡ്, ഹുവാവെ ഉപയോക്താക്കൾക്ക് പ്രത്യേക മാറ്റങ്ങൾ ആവശ്യമില്ല. കടൽ വിഭവ സംരക്ഷണത്തിന്റെ ഭാഗമായി രാജ്യത്ത് ചെമ്മീൻ പിടുത്തത്തിനും വിപണനത്തിനുമുള്ള 6 മാസത്തെ വാർഷിക നിരോധനം ഇന്നു മുതൽ നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് നിയന്ത്രണം. നിയമലംഘകർക്കെതിരെ 300 മുതൽ 1000 ദിനാർ വരെ പിഴയോ തടവോ ലഭിക്കുന്ന തരത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കോസ്റ്റ് ഗാർഡും പരിസ്ഥിതി അതോറിറ്റിയും അറിയിച്ചു. OICC വനിതാ വിഭാഗവും അൽ ഹിലാൽ മെഡിക്കൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ മേനോൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം അധ്യക്ഷത വഹിച്ചു. ബിനു കുന്നന്താനം, ബോബി പറയിൽ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. വനിതാ വിഭാഗം നേതാക്കളായ മിനി മാത്യൂസ്, സിജി തോമസ്, ആനി അനു എന്നിവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് IBCC ടൂബ്ലി സൽമാബാദ് ഏരിയ കമ്മിറ്റി അനുസ്മരണ സംഗമം നടത്തി. ദേശീയ പ്രസിഡന്റ് റിച്ചി കളത്തുരേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ജിതിൻ പരിയാരം മുഖ്യപ്രഭാഷണം നടത്തി. ഷമാസ് പാടൂർ, ബാബു കുഞ്ഞിരാമൻ, സലീം അബുത്വാലിബ്, രഞ്ജിത്ത് മാഹി, ഷഫീഖ് സൈഫുദ്ദീൻ, ഷാഫി വയനാട് എന്നിവർ സംസാരിച്ചു. ബഹ്റിൻ ടണൽ സൗത്ത് സോണിന്റെ 2026-27 കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മണിക്കുട്ടൻ ജി പ്രസിഡന്റ്, സുരേഷ് പുത്തൻവിളയിൽ സെക്രട്ടറി, ഷമീർ സലീം ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ. ജേക്കബ് തേക്കത്തോട്, ഷാജി മുതല, സിബി കുര്യൻ, മോബി കുര്യാക്കോസ്, ദീപക് തണൽ എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മനോജ് മയ്യന്നൂർ ഉദ്ഘാടനം ചെയ്ത മത്സരത്തിന് സുരേഷ് PP ക്വിസ് മാസ്റ്ററായി നേതൃത്വം നൽകി. നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വോയിസ് ഓഫ് ട്രിവാൻഡ്രം ലേഡീസ് വിംഗ് സംഘടിപ്പിച്ച ദിൽസെ 3 റിപ്പബ്ലിക് ദിനാഘോഷം 100ലധികം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഷീബ ഹബീബ്, മിനി സന്തോഷ്, സിബി കുര്യൻ, വിനീഷ്, വിനു ക്രിസ്റ്റി, സുനി സെൽവരാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാർത്തു സച്ചിൻ ദേവ്, സുമൻ, അശോക് ശ്രീശൈലം എന്നിവർ വിധികർത്താക്കളായിരുന്നു. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി വനിതാ വിഭാഗം സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷം ശ്രദ്ധേയമായി. ശ്രീജ ബിനോയിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അനിൽ P റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സനീഷ് കൂറമുള്ളിൽ, ബിനുരാജ് രാജൻ, ദേവദത്തൻ, രജീഷ് പട്ടാഴി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷന്റെ താങ്കൾക്കും ഇടമുണ്ട് എന്ന പ്രചരണ ക്യാമ്പയിന് റിഫയിൽ തുടക്കമായി. പ്രസിഡന്റ് സുബൈർ MA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫെമിൽ, ഡോക്ടർ ജാസ്മിൻ മൊയ്തു എന്നിവർക്ക് അംഗത്വം നൽകി. താജുദ്ദീൻ കൊല്ലൻ, ജമാൽ നദ്വി, മുഹമ്മദ് മുഹിയുദ്ദീൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കവലാനി ആൻഡ് സൺസ് സംഘടിപ്പിച്ച കവലാനി പ്രീമിയർ ലീഗ് സീസൺ 1-ൽ MESC ചാർജേഴ്സ് ചാമ്പ്യന്മാരായി. മുകേഷ് തോൽറാം ഗാന്ധി കവലാനി, പ്രശാന്ത് രാജ് ഗാന്ധി, കമൽദേവ് ഗാന്ധി എന്നിവരുടെ സാന്നിധ്യത്തിൽ BSCF പ്രസിഡന്റ് സാമി അലി ട്രോഫികൾ വിതരണം ചെയ്തു. 25 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ രാജേഷ് കുമാറിനെ ചടങ്ങിൽ ആദരിച്ചു.
In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.